നരിയൻകുന്നിന് മുകളിൽ കനൽക്കട്ട പോലെ ഒരു കാളവണ്ടി പ്രത്യക്ഷമായി. ഇലമംഗലം ഗ്രാമത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് കേളുപ്പണിക്കർ നഗരത്തിൽ നിന്നും വരുന്ന വരവാണ്. തൻ്റെ പാർട്ടിയുടെ ഗ്രാമത്തിലെ വളർച്ച ജില്ലാ ഓഫീസിൽ അറിയിച്ചു വരുന്ന വരവായിരുന്നു. കേളുപ്പണിക്കരുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പാഴൂർ മനയിലെ വൈനതേയൻ നമ്പൂതിരിയോട് കുടിയാന്മാർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അയാൾ പ്രതീക്ഷിച്ചിരുന്നത് മുഖമടിച്ചുള്ള ഒരടിയാണ്. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എന്നു മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിനയം നിറഞ്ഞ വാക്കുകൾ കേളുവിന് പ്രതീക്ഷ നൽകി. കേളു പറഞ്ഞോളൂ, തന്നാലാവുന്നത് വേണ്ട പോലെ ചെയ്യാം. ഇങ്ങനെയൊരു വാക്ക് കേളു വൈനതേയൻ നമ്പൂതിരിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇത് തൻ്റെയും സംഘടനയുടെയും നേട്ടമായി അയാൾ കണ്ടു. പാർട്ടി ഓഫീസിൽ അറിയിച്ച് പ്രശംസ വാങ്ങി വരുന്ന വരവാണ്. നരിയൻകുന്നിന് മുകളിൽ വഴി രണ്ടായി പിരിയുന്നു. ഒന്ന് ഇലമംഗലം ദേശത്തേക്കും മറ്റൊന്ന് എല്ലൂര് ഗ്രാമത്തിലേക്കും. രാത്രിയായാൽ പിന്നെ മറ്റു ദേശക്കാർ ആരും നരിയൻകുന്ന് കടന്ന് ഇലമംഗലം ഗ്രാമത്തിലേക്ക് വരാറില്ല. നരിയൻകുന്നിന് മുകളിൽ നിന്നാൽ ഇലമംഗലം ദേശം മുഴുവനായും കാണാം. കുന്നിൻ ചെരുവിന് താഴെയായി ഭഗവതി അമ്പലം. ഭഗവതിക്ക് കുടപിടിച്ചിരിക്കുന്നത് പോലെ ഒരു വലിയ ആഞ്ഞിലിമരം. അതിനു മുന്നിലായി അമ്പലക്കുളം. അമ്പലക്കുളത്തോട് ചേർന്ന് നടന്നാൽ ഇലമംഗലം ദേശത്തിൻ്റെ അങ്ങാടിയെത്തി. അതും അതിൻ്റെ ചുറ്റുവട്ടവുമായി ഒരുപാട് കൂരകളടങ്ങുന്ന ഇലമംഗലം ദേശത്തിൻ്റെ ഭഗവതിക്കരയായി. അങ്ങാടിയോട് അതിരിട്ട് നിൽക്കുന്ന വലിയ പാടം. അതിനു നടുക്കായി ഒരു പച്ചത്തുരുത്ത്. തുരുത്തിലാണ് പാഴൂർ മന. മനയോട് ചേർന്ന ചാത്തൻകാവും. പിന്നെ അതിനോരത്തായി 3-4 കൂരകളും. ഇലമംഗലം ഗ്രാമത്തിന് അതിരിട്ടൊഴുകുന്ന കുന്തിപ്പുഴയും. നിലാവ് പുതച്ചുറങ്ങുന്ന ഇലമംഗലം ഗ്രാമം കേളുപ്പണിക്കർക്ക് നരിയൻകുന്നിന് മുകളിൽ നിന്ന് കാണാമായിരുന്നു. എവിടെയും ഒരു മിന്നാമിനുങ്ങിൻ്റെ വെട്ടം പോലുമില്ല. നിലാവിലും ചാത്തൻകാവ് ഇരുണ്ടു തന്നെയിരുന്നു. വണ്ടിക്കാരൻ്റെ അടുത്തുനിന്ന് ചൂട്ട് കത്തിച്ച് നടന്നു തുടങ്ങി. മനസ്സിൽ നാളെ വൈനതേയൻ നമ്പൂതിരിയോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേളുപ്പണിക്കർ. കുന്നിറങ്ങി പാടം കടന്നാൽ വീടെത്തി. നാണി ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് കേളുപ്പണിക്കർക്ക് അറിയാമായിരുന്നു. ഓലച്ചൂട്ട് വീശി കത്തിച്ചും വീശിക്കെടുത്തിയും അയാൾ നടന്നു. ചീവീടിൻ്റെ ശബ്ദവും നരിയൻകുന്നിറങ്ങി വരുന്ന മീനച്ചൂടിൻ്റെ കാറ്റും അയാളെ അനുഗമിച്ചുകൊണ്ടിരുന്നു. ഭഗവതി ക്ഷേത്രത്തോടടുക്കുന്തോറും നിശബ്ദത കൂടി വരുന്നത് കേളുപ്പണിക്കർക്ക് അറിയാമായിരുന്നു. ഭഗവതി ക്ഷേത്രത്തിലെ കൽവിളക്ക് അണഞ്ഞിരിക്കുന്നു. രാത്രി ഏറെ വൈകിയതായി അയാൾക്ക് മനസ്സിലായി. കുന്നിറങ്ങി വരുന്ന മീനച്ചൂടിൻ്റെ ചൂളക്കാറ്റ് മാത്രം ബാക്കിയായി. അയാൾ മുന്നോട്ട് നടന്നു. നിലാവിൻ്റെ ശോഭ കുറയുന്നതോടൊപ്പം നിശബ്ദതയും തന്നെ വന്ന് പൊതിയുന്നത് കേളുപ്പണിക്കർ അറിഞ്ഞു. ക്ഷേത്രം കടന്ന് ഏതാനും കാതം പിന്നിട്ടിട്ടേ ഉള്ളൂ. പാടത്തിനോടടുത്തിരിക്കുന്നു. പൊടുന്നനെ ഒരു പുകമഞ്ഞ് തന്നെ വന്ന് പൊതിയുന്നത് കേളുപ്പണിക്കർ ശ്രദ്ധിച്ചു. മുന്നിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ പോലും പറ്റാത്ത വിധം ആ പുകമഞ്ഞ് കേളുപ്പണിക്കരെ പൊതിഞ്ഞു. കയ്യിലെ ചൂട്ടും അണഞ്ഞിരിക്കുന്നു. സ്വന്തം നീട്ടിയ കൈകൾ പോലും കാണാൻ പറ്റാത്തത്ര ഗാഢമായ മഞ്ഞ് കേളുപ്പണിക്കരെ പൊതിഞ്ഞിരിക്കുന്നു. ദിക്കറിയാനാവാതെ കേളുപ്പണിക്കർ നിന്നു. മഞ്ഞിൻ്റെ കുളിര് നന്നായി ശരീരത്തിൽ അറിയുന്നുണ്ട്. ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ വയ്യ. ആ പുകമഞ്ഞിൽ എവിടെ നിന്നോ കേളുപ്പണിക്കരെ തേടി ഒരു മണിനാദം. ദിക്കറിയാൻ പറ്റുന്നില്ല. പക്ഷേ ആ ശബ്ദം അടുത്തു വരുന്നുണ്ട്. അടുത്തു വരുന്ന മണിനാദം പോലെ അയാളുടെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഭയം മുളയിട്ട് കഴിഞ്ഞിരിക്കുന്നു. അടുത്തു വരുന്ന ശബ്ദത്തിൻ്റെ ദിശ മനസ്സിലാക്കിയപ്പോഴേക്കും ആ മഞ്ഞുമലയെ ഭേദിച്ചുകൊണ്ട് ഒരു പശുക്കിടാവ് മുന്നിലേക്ക് ആഞ്ഞു വന്നു. ഞൊടിയിടയിൽ കേളുപ്പണിക്കർ തെന്നിമാറി പാടത്തേക്ക് വീണു. കണ്ടു, വ്യക്തമായി കണ്ടു. ഒരു ചെവി മാത്രമുള്ള വെളുത്ത പശുക്കിടാവ്. മനസ്സിൽ ഭയത്തിൻ്റെ അഗ്നിപർവ്വതം പുകഞ്ഞു തുടങ്ങി. അയാളുടെ ചുണ്ടുകൾ അറിയാതെ പറഞ്ഞു, ഒടിയൻ.
വാലുകൊണ്ട് പുറത്തു കിട്ടിയ അടി കേളുപണിക്കർക്ക് ഓർമ്മ വന്നു. അതെ, സ്പർശിച്ചിരിക്കുന്നു. അത് ആ പുകമഞ്ഞിലേക്ക് ഓടിമറയുന്നതും അയാൾ കണ്ടതാണ്. ഇനി എന്ത്? പൊടുന്നനെ മഞ്ഞുമാറി മാനം തെളിഞ്ഞു. നിലാവിൽ ഇലമംഗലം പാടം അയാൾക്ക് വ്യക്തമായി കാണാം. മുന്നിൽ കുറേ അകലെയായി പാടവരമ്പിലൂടെ ചൂട്ടുമായി ആരോ നടന്നകലുന്നത് അയാൾ കണ്ടു. മനസ്സിൽ ഒരാശ്വാസം തോന്നി. കൂടെ കൂടുക തന്നെ, അല്ലാതെ രക്ഷയില്ല. ദിക്കുകൾ മാറി മറിഞ്ഞതറിയാതെ കേളുപ്പണിക്കർ ആ ചൂട്ടിനെ ലക്ഷ്യമാക്കി പിന്തുടർന്നു. ഇതെല്ലാം അരഞ്ഞിലെ പുറകിലെ നിഴലിൽ നിന്ന് 2 കണ്ണുകൾ കാണുന്നുണ്ടായിരുന്നു. തൻ്റെ മായത്തിൽ പെട്ടുപോയി ദിക്കറിയാതെ ഉഴലുന്ന കേളുവിനെ കണ്ട് വൈനതയൻ നമ്പൂതിരി മന്ദഹസിച്ചു. ഇരയെ ചതിച്ചു വീഴ്ത്തിയ ഒരു കഴുതപ്പുലിയുടെ മന്ദഹാസം. മുന്നിലായി കണ്ട ചൂട്ടുവെളിച്ചത്തെ നോക്കി കേളു വേഗത്തിൽ നടന്നു തുടങ്ങി. ദിശസമയ ബോധങ്ങൾ തനിക്ക് നഷ്ടമായത് കേളു അറിഞ്ഞിരുന്നില്ല. ചൂട്ടുവെളിച്ചത്തെ നോക്കി പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കേളുവിൻ്റെ മുന്നിൽ തെളിയുന്നതെല്ലാം അറിയാവുന്ന വഴികൾ. മുന്നിൽ ആളുടെ നിഴലും പരിചയമുള്ളതു തന്നെ. കേളു പുറകെ കൂടി. പക്ഷേ കേളുവിൽ നിന്നും കൃത്യമകലത്തിൽ അത് മുൻപേ നടന്നുകൊണ്ടേയിരുന്നു. കേളു നാഴികകളോളം ഇലമംഗലം പാടത്ത് ഓടി നടന്നുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ എല്ലാം തോന്നും അടുത്തെത്തിയെന്ന്. പിന്നെ അത് അകന്നു പോകും. ക്ഷീണവും ദാഹവും ദിക്കും സമയവും അറിയാതെ കേളു നടന്നുകൊണ്ടേയിരുന്നു. നാഴികകൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് വൈനതയ്യൻ വരമ്പിനോരത്തായിരുന്നു. കേളു നടന്നുകൊണ്ടേയിരുന്നു. വൈനതയ്യൻ ഉറപ്പിച്ചു, മടുത്തു, ഇതവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. കേളുവിന് അത് പരിചിതമായ വഴികളും വീടും കണ്ടതുപോലെയായിരുന്നു. തൻ്റെ വീട് മുന്നിലായി കണ്ട ആവേശത്തിൽ കേളു മുന്നോട്ടാഞ്ഞു. ചെന്നു വീണത് ചാത്തൻ കാവിനോട് ചേർന്ന് പൊട്ടക്കിണറ്റിലും. ആ കരിമ്പാറ മെത്തകളിൽ മലർന്നടിച്ച് കേളു വീണു. നാഡീഞരമ്പുകളും തലയോട്ടിയും തകർന്ന് കേളു മലർന്നു കിടന്നു. കിണറ്റിനടിയിലായി കാതുകളിൽ ഒരട്ടഹാസം മുഴങ്ങിക്കേട്ടു. കേളു, ഞാൻ പറഞ്ഞില്ലേ, എന്നാലാകുന്നത് വേണ്ട പോലെ ചെയ്തോളാമെന്ന്. ഞാൻ ചെയ്തിരിക്കുന്നു. അട്ടഹാസത്തിന്റെ അലയൊലികൾ കേളുവിന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. കേളുവിന്റെ കണ്ണുകളിൽ അവസാന ഇരുട്ടും വന്നുമൂടി. ഉപാസനാമൂർത്തികളെ പ്രീതിപ്പെടുത്തി പറഞ്ഞയച്ച് വൈനതയ്യൻ നമ്പൂതിരി ചാത്തൻകാവിൽ നിന്നും ഇല്ലത്തേക്ക് നടന്നു. വൈനതയ്യൻ തിരുമേനി അസ്വസ്ഥനായി. മനസ്സിനെ മന്ത്രക്കളത്തിൽ തളച്ചിടാൻ ശ്രമിച്ചിട്ടും വഴുതി മാറുകയാണ്. മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത അനുഭവം. ഓം സം സിം സും സ്തംഭന്തായേ സ്വാഹ. ഹ്രം ഹോം ഫൾ ഹ്രീം നന്ദീശ്വരി കാളി കാളിയേ സ്വാഹ. 1008 വട്ടം ആവർത്തിച്ച് ജപിക്കേണ്ട മന്ത്രാക്ഷരങ്ങൾ എണ്ണം പൂർത്തിയാകും മുൻപേ നിലച്ചു പോകുന്നു. വൈനതയ്യൻ തിരുമേനിയുടെ വിരിഞ്ഞ മാറത്തും കുറുകിയ നെറ്റിയിലും വിയർപ്പുമുത്തുകൾ കിനിഞ്ഞു. കൂട്ടുപുരികങ്ങൾക്കിടയിൽ വിയർപ്പ് തളം കെട്ടി. അനുനിമിഷം വിങ്ങി വിയർക്കുകയാണ് ശരീരവും മനസ്സും. അടിമുടി എരിപൊരി സഞ്ചാരം. ഇത്തരമൊരനുഭവം ഇതിനു മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. തനിക്കിതെന്തുപറ്റി? പന്തങ്ങളിലേക്ക് കുറേ എണ്ണ കൂടി കോരിയൊഴിച്ചു. കൈക്ക് നേരിയ വിറയലുണ്ടോ? പന്തത്തിൽ വീണതിലുമേറെ തുളുമ്പി വീണത് നിലത്താണ്. വൈനതയ്യൻ തിരുമേനി പത്മാസനത്തിലിരുന്നു. മിഴികൾ വാതിലടച്ച് മനസ്സിനെ ഏകാഗ്രതയിലേക്ക് നയിക്കാൻ ശ്രമിച്ചു. ഇല്ല, പറ്റുന്നില്ല. അരുതേ, അരുതേ, എന്നെ ഉപദ്രവിക്കരുതേ. അങ്ങെനിക്ക് എൻ്റെ അച്ഛനെ പോലെയാണ്. അകലെ നിന്ന് എന്നോണം കേൾക്കുന്ന ആ നിലവിളിയുടെ മാറ്റൊലി തൻ്റെ സ്വന്തം ഹൃദയത്തിലാണ് മുഴങ്ങുന്നതെന്ന് വൈനതയ്യൻ അറിഞ്ഞു. ഏകാഗ്രതാഭംഗം. കണ്ണിമ പൂട്ടിയാൽ കാളിയുടെ കരിമുഖം തൃപ്തിയോടെ ചെറുപുഞ്ചിരിയോടെ മുന്നിൽ തെളിയുകയാണ് പതിവ്.
ആശ്രിതനെ അനുഗ്രഹിക്കാൻ വിളിക്കും മുൻപേ വിളിപ്പുറത്തെത്തുന്ന ഉപാസനാമൂർത്തി. പകരം ഇപ്പോഴോ മുന്നിൽ തെളിയുന്ന മുഖം ഉപാസനമൂർത്തിയുടേതല്ല. ജാനകിക്കുട്ടിയുടെ വിഹ്വലമായ മിഴികൾ. മുറിയുടെ മൂലയിലേക്ക് കൂടുതൽ കൂടുതൽ ഒതുങ്ങാൻ പണിപ്പെടുന്ന അവളുടെ ശരീരം. കൈകൾ രണ്ടും മാറിൽ പിണച്ച് അല്പം ദയക്കു കേഴുന്ന കണ്ണുകൾ. അരുതേ, എന്നെ ഉപദ്രവിക്കരുത് തിരുമേനി, ദൈവത്തെ ഓർത്ത്, അരുത്, അരുത്. അവളുടെ നിലവിളി തൻ്റെ ചെവിയോരത്ത് പോലും അണഞ്ഞില്ല. വല്ലാത്ത തിടുക്കമായിരുന്നു, ഭ്രാന്തമായ ആവേയമായിരുന്നു. കാത്തുകാത്തിരുന്ന അസുലഭവസരം വീണുകിട്ടിയ നിമിഷമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൂടെന്ന് മാത്രമേ അപ്പോൾ ചിന്തിച്ചുള്ളൂ. ജാനകിക്കുട്ടി എത്രയുറക്കെ നിലവിളിച്ചാലും അറപ്പുരയ്ക്ക് പുറത്തേക്ക് ശബ്ദം പോവില്ല. ആ ഓർമ്മ ധൈര്യം ഇരട്ടിപ്പിച്ചു. വൈനതേയൻ തിരുമേനി അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ജാനകിക്കുട്ടി വിഹ്വലതയോടെ ഒരഭയം കൊതിച്ചു. പക്ഷേ എവിടെ? ആകെയുള്ള വാതിൽ തിരുമേനി അടച്ച് തഴുതിട്ടു കഴിഞ്ഞില്ലേ? തൻ്റെ ജന്മസമ്പാദ്യം അത്രയും ഇവിടെ നഷ്ടമാവാൻ പോകുന്നതോർത്ത് ജാനകിക്കുട്ടി തളർന്നു, വിങ്ങി വിയർത്തു. ആ ഒരു നിമിഷാർദ്ധം മതിയായിരുന്നു വൈനതേയൻ തിരുമേനിക്ക്. ഒന്നരയാളിൻ്റെ കായികശേഷിയുള്ള ആ ഉരുക്കുമേനിയിൽ ഒരു നനഞ്ഞ പൂണൂൽ പോലെ ജാനകിക്കുട്ടി. സർപ്പക്കാവിലെ വള്ളിപ്പടർപ്പിൽ കാടക്കിളികൾ കലപില കൂട്ടി. മരപ്പൊത്തിൽ ഒളിച്ചിരുന്ന ചകോര പക്ഷി ഉറക്കെ കൂവിക്കൊണ്ട് പറന്നകന്നു. അറപ്പുരയുടെ വാതിൽ തേങ്ങലോടെ തുറക്കപ്പെട്ടു. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങളോടെ ജാനകിക്കുട്ടി ഒരു കൊടുങ്കാറ്റുപോലെ പുറത്തേക്ക് പാഞ്ഞു. നിലവിളിയോടൊപ്പം അവളുടെ മിഴികളിൽ നിന്ന് അടർന്നു വീണ കണ്ണീർമുത്തുകൾ ഇല്ലത്തിൻ്റെ അറവാതിൽ തറയിൽ വീണുടഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പുതുള്ളികൾ വടിച്ചെറിഞ്ഞ് അനുഭൂതിദായകമായൊരു സംതൃപ്തിയോടെ അറപ്പുര വാതിൽ ഇറങ്ങി വന്ന വൈനതേയൻ തിരുമേനി ഞെട്ടി. മുന്നിൽ താത്രിക്കുട്ടി, അവളുടെ പിന്നിൽ ദേവമ്മ. ദേവമ്മയുടെ നിറകണ്ണുകളിൽ ഉറവെടുത്തത് രക്തക്കണ്ണീരായിരുന്നു. ഇത്രയും നനച്ചില്ല. ദാ നമ്മുടെ മോളെ ശരിക്കങ്ങട് കണ്ടോളൂ. ഇനിയൊരിക്കൽ മോളെ തിരിച്ചറിഞ്ഞില്ല എന്ന് വന്നാലോ? തേങ്ങലിൻ്റെ ഇടയിൽ വാക്കുകൾ പിടഞ്ഞു. വൈനതേയൻ്റെ മുഖം കുനിഞ്ഞു. താത്രിക്കുട്ടി ഇരുവരെയും മാറി മാറി നോക്കി. സംഭവിച്ചതെന്താണെന്ന് ആ 7 വയസ്സുകാരിക്ക് പിടികിട്ടിയില്ല. ഭാഗ്യം. അന്തർജനത്തോട് മറുപടി പറയാനാവാതെ വൈനതേയൻ ഉമ്മറക്കെട്ടിലേക്ക് നടന്നു. കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ രസനീയത മുഴുവൻ ആ ഒരു നിമിഷാർദ്ധത്തിൽ നഷ്ടമായതുപോലെ. ആശ്രീകരങ്ങൾ മുന്നിൽ പെടാൻ കണ്ട നേരം. ഭർത്താവിൻ്റെ ആ കൂസലില്ലായ്മ കണ്ട് ദേവമ്മ ഹൃദയം പൊട്ടി നിലവിളിച്ചു. ഗുരുവായൂരപ്പ, ഇതൊന്നും കാണാതെ അടിയനെ അങ്ങ് വിളിച്ചോണേ. എത്ര കാലെന്ന് വെച്ചാ സഹിക്കുക? ഒന്നിനൊന്ന് കൂടാന്നല്ലാതെ ഒട്ടും മാറ്റം വരാത്ത സ്വഭാവം. പാവം ജാനകിക്കുട്ടി, അവൾക്കും രക്ഷപ്പെടാനായില്ല. മകളെ ചേർത്ത് പിടിച്ച് ദേവമ്മ വിങ്ങിക്കരഞ്ഞു. മഹാമാന്ത്രികനാണ് പോലും, അയൽ നാടുകളിലും അറിയപ്പെടുന്ന മഹാനുഭാവൻ. മാന്ത്രികന്റെ മഹാപ്രയോഗങ്ങളെക്കുറിച്ച് ആരും അറിയാത്തത് ഭാഗ്യം. അറിഞ്ഞാലും വൈനതേയൻ തിരുമേനിയോട് നേരെ നിന്നൊരു വാക്ക് പറയാൻ ആർക്കുണ്ട് ധൈര്യം? ദേവമ്മയ്ക്ക് പുച്ഛം തോന്നിയത് തന്നോട് തന്നെയാണ്. അടുക്കളക്കെട്ടിൽ ചെന്നിരുന്ന് തൻ്റെ വിധിയെ പഴിച്ച് അവർ തേങ്ങി. കൊട്ടാര സദൃശ്യമായ ഈ ഇല്ലത്തിരുമുറ്റത്ത് വന്നു കയറിയിട്ട് എത്രയോ കാലമായി. ഈ കാലം അത്രയും താൻ കണ്ടതത്രയും ഒരിക്കലും കാണരുതാത്തത് മാത്രമായിരുന്നു. ഇനി എന്നാണ് എൻ്റെ ഗുരുവായൂരപ്പ ഒരു നന്മയെങ്കിലും കാണാനാവുക? ആത്മാർത്ഥമായ വേദനയാണ് ആ സാധ്വിയുടെ ഹൃദയം ഒരുക്കി കണ്ണീരായി ഉറവെടുത്തത്. ഓം ദുർഗായേ നമ, ഓം ദുർഗായേ നമ. വക്കടർന്ന ഓട്ടുവിളക്കിൻ്റെ മുന്നിൽ അപ്പുക്കുട്ടൻ തൊഴുകൈയുമായിരുന്നു. ചാണകം മെഴുകിയ തറയിൽ ചമ്രം പടിഞ്ഞാണ് ഇരുപ്പ്. എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നിത്യവും അരനാഴിക നേരമെങ്കിലും ദുർഗാദേവിയെ ധ്യാനിക്കാൻ അപ്പുക്കുട്ടൻ മറക്കാറില്ല. നന്നേ ചെറുപ്പത്തിൽ കിട്ടിയ ശീലമാണ്.
10-16 വയസ്സായെങ്കിലും നിലവിളക്കിന് മുന്നിൽ അവൻ ഇന്നും കൊച്ചുകുട്ടിയാണ്. ആ കുടിലിൽ ഒരിക്കലും മുടങ്ങാതെ ആ ചടങ്ങ് നിർവഹിക്കുന്നതും അവൻ മാത്രമാണ്. നാമജപത്തിനിടയിൽ അകത്തുനിന്ന് ദേവകിയമ്മയുടെ ഞരക്കവും മൂളലും. ത്രിസന്ധ്യ എരിഞ്ഞടങ്ങിക്കഴിഞ്ഞു. ഉഗ്രപ്രഭാവനായ രാത്രി അരങ്ങിലെത്തുകയും ചെയ്തു. അപ്പുക്കുട്ടൻ ജപം നിർത്തി എണീക്കാൻ ഒരുങ്ങുമ്പോഴായിരുന്നു മുറ്റത്തു നിന്നൊരു തേങ്ങൽ. അടുത്ത ക്ഷണം ജാനകിക്കുട്ടി വേച്ചു വേച്ചു ഉമ്മറത്തേക്ക് കയറി. നിലവിളക്കിന്റെ നേർത്ത നാളം വിതറിയ വെളിച്ചത്തിൽ അപ്പുക്കുട്ടൻ ചേച്ചിയെ കണ്ടു. അവൻ നടുങ്ങി തരിച്ചു നിന്നു. ചേച്ചി! അവന്റെ ശബ്ദത്തിന് നിലവിളിയുടെ ഈണം. അപ്പുക്കുട്ടന്റെ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് സീത ഓടി വന്നു. അടുത്ത ക്ഷണം ചെറ്റമറയിൽ താങ്ങി താങ്ങി ദേവകി അമ്മയും. എൻ്റെ അമ്മേ, എന്നെ എന്നെ ആ തിരുമേനി! ജാനകിക്കുട്ടി വാക്കുകൾ പൂർത്തീകരിക്കും മുൻപേ ദേവകി അമ്മ തളർന്നു വീണു കഴിഞ്ഞിരുന്നു. ഒറ്റ നോട്ടത്തിൽ നിന്നു തന്നെ ദേവകി അമ്മയ്ക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞു. ഭയന്നിരുന്ന ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അവർക്ക് കൂടുതൽ ആലോചിക്കാൻ കഴിഞ്ഞില്ല. ബോധമണ്ഡലത്തിൽ മരവിപ്പ്, കണ്ണുകളിൽ ഞൊടിനേരം കൊണ്ട് തിമിരം. എൻ്റെ ചേച്ചി! സീതയും കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൾ ജാനകിക്കുട്ടിയെ താങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി. അപ്പുക്കുട്ടൻ അമ്മയെ കുലുക്കി വിളിച്ചു. എണീക്കാൻ വയ്യാതെ അമ്മ കിടപ്പിലായിട്ട് ദിവസം 4-5 ആരെയും വിളിക്കാതെ ഇറങ്ങി വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഴ്ച വീണത്. അവന് ദേഷ്യവും കരച്ചിലും ഒരുമിച്ച് വന്നു. മരുന്നിന് പോയ അച്ഛൻ ഇനിയും മടങ്ങിയെത്തിയില്ല. ഇല്ലത്തുനിന്ന് മടങ്ങി വന്നയുടനെ കുപ്പിയുമെടുത്ത് പോയതാണ് ശ്രീധരൻ നായർ. വൈദ്യശാലയിൽ തിരക്കേറെയുണ്ടാവും. അല്ലെങ്കിൽ അച്ഛൻ വൈകില്ലെന്ന് അവനറിയാം. അത്യാവശ്യ സമയത്ത് ആരും അടുത്തുണ്ടാവില്ല. ചേട്ടനും കവലയിലേക്കെങ്ങോ പോയിരിക്കുന്നു. ഇനി കയറി വരുമ്പോൾ ഒരു നേരമാകും. അപ്പുക്കുട്ടൻ ബന്ധപ്പെട്ട് ദേവകിയമ്മയെ നിലത്തുനിന്ന് ഉയർത്തി. മെലിഞ്ഞുണങ്ങിയ അമ്മയുടെ ശരീരം അകത്തെ മുറിയിൽ വിരിച്ചിട്ട പായൽ കൊണ്ടു ചെന്നു കിടത്തി. അകത്ത് അടുക്കളക്കോണിൽ നിന്ന് തേങ്ങൽ ഉയരുന്നുണ്ട്. ജാനകി ചേച്ചിയുടെ തകർന്ന ചിലമ്പൽ. ചേച്ചി, ചേച്ചി കരയാതെ! സീതയുടെ ആശ്വസിപ്പിക്കലിന്റെ ശബ്ദം. എന്നാലും എന്നെ ആ ദുഷ്ടൻ! എൻ്റെ മോളെ ഞാൻ ഇനി എന്തിനാ ജീവിച്ചിരിക്കണേ? ജാനകിക്കുട്ടി വിങ്ങിപ്പൊട്ടി. അപ്പുക്കുട്ടൻ്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു വെള്ളിടി വെട്ടി. വൈനരയും തമ്പുരാൻ തൻ്റെ കൊച്ചുവീടിൻ്റെ കടയ്ക്കലും മഴുവെറിഞ്ഞിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം. പടിക്കൽ ചുമ കേൾക്കുന്നു. അച്ഛൻ മരുന്നുമായി വരുന്നു. അപ്പുക്കുട്ടൻ പടിക്കലേക്ക് ഓടിച്ചെന്നു. അച്ഛാ, ഒന്നിങ്ങ് വേഗം വന്നേ, അമ്മ വീണു! ശ്രീധരൻ നായർ നടുക്കത്തോടെ വീട്ടിലേക്ക് കുതിച്ചു വന്നു. അച്ഛൻ്റെ സാമീപ്യം അറിഞ്ഞപ്പോൾ ജാനകിക്കുട്ടിയുടെ നിയന്ത്രണങ്ങളുടെ കണ്ണികൾ വീണ്ടും പൊട്ടി. ഒരു പൊട്ടിക്കരച്ചിൽ. അടുക്കളയിൽ നിന്ന് അവൾ ഓടി വന്നു. അച്ഛൻ്റെ മാറിൽ കെട്ടിവീണ് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അലറിക്കരഞ്ഞു. എന്താ മോളെ, എന്താ ഉണ്ടായേ? ഉണ്ടാകരുതാത്തത് സംഭവിച്ചു അച്ഛാ. ഇല്ലത്തുനിന്ന് ചേച്ചി വന്നത് ഇങ്ങനെയാ, അപ്പു പറഞ്ഞു. അപ്പോഴാണ് ശ്രീധരൻ നായർ മകളെ ശ്രദ്ധിച്ചത്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, മുഖത്തിൻ്റെ മൃദുലതയിൽ നഖപ്പാടുകൾ. ശ്രീധരൻ നായർ നടുങ്ങിത്തരിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറി. ഒരു നിമിഷത്തെ നിശ്ചലത. മോളെ, നിന്നെ അയാൾ! അടുത്ത ക്ഷണം ശ്രീധരൻ നായരുടെ സിരകളിൽ ഒരു വിസ്ഫോടനം നടന്നു. എൻ്റെ മോളെ ചതിക്കാൻ മാത്രം വൈന്യതയും വളർന്നോടി. ഞാൻ അവനോട് ചോദിച്ചിട്ടേ പച്ചവെള്ളം കഴിക്കൂ. സടകുടഞ്ഞെണീറ്റ സിംഹത്തെ പോലെ ശ്രീധരൻ നായർ പുറത്തെ ഇരുട്ടിലേക്ക് ഓടി. ആർക്കും തടയാൻ പറ്റും മുൻപേ. ഓട്ടുവിളക്കിലെ തിരുനാളം കാറ്റ് തുലഞ്ഞു. പിന്നെ കെട്ടു. ഇരുട്ടിൻ്റെ നിഗൂഢമായ ആവരണവും പുതച്ച് പ്രൗഢഗംഭീരമായി
പാഴൂർ മനയില്ലം നിൽക്കുന്നു. കറുത്ത വാവിൻ്റെ കറുകറുത്ത ആ ഇരുളിമയിൽ ഭീകരമായൊരു കോട്ടയുടെ പേടിപ്പെടുത്തുന്ന ഒരോർമ്മയാണ് പാഴൂർ മനയില്ലം സമ്മാനിക്കുന്നത്. മാന്ത്രികന്മാരുടെ ഒരു പരമ്പര തന്നെ ജീവിച്ചു മരിച്ച ഇല്ലം. ഇപ്പോഴത്തെ മഹാമാന്ത്രികനായ വൈനതേയൻ നമ്പൂതിരിയുടെ മാന്ത്രിക കൊട്ടാരം. ശ്രീധരൻ നായർ പടിപ്പുരവാതിക്കൽ നിന്നു കിതച്ചു. ഞൊടിനേരം പോലും താൻ ഇവിടെ എത്താൻ എടുത്തില്ലെന്ന് അയാൾക്ക് തോന്നി. കരളിൽ കനലെരിയുന്നു, കണ്ണുകളിൽ നിന്ന് തീ ചിതറുന്നു. ഇത്രയും കാലം തനിക്ക് ചോറ് തന്നത് ഇതായിരുന്നു. ഇന്ന് ഈ നിമിഷം വരെ തിരുമേനിയുടെ ഒരു വാക്കിനു പോലും എതിർവാക്കു പറഞ്ഞിട്ടില്ലാത്തവനാണ് താൻ. പറയുന്നതെന്തും കയ്യും കെട്ടി നിന്ന് കേട്ടിട്ടേയുള്ളൂ, അനുസരിച്ചിട്ടേയുള്ളൂ. ഒരാശ്രിതൻ ആരായിരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്നവനായിരുന്നു ശ്രീധരൻ നായർ. ഇന്നുവരെ വൈനതേയൻ നമ്പൂതിരിക്ക് അഹിതമായി ഒരു വാക്കോ പ്രവൃത്തിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം എന്തു ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീധരൻ നായർ എത്തിയിരിക്കുന്നത്. തിരുമേനിയെ വെല്ലുവിളിച്ചവരാരും ഈ ഇല്ലക്കെട്ടിനകത്തുനിന്ന് പുറത്തു പോയിട്ടില്ലെന്നറിയാം. തൻ്റെയും ഒടുക്കം അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. മരിക്കാൻ ഒട്ടും ഭയമില്ല. പക്ഷേ അതിനു മുൻപ് തൻ്റെ ഉദ്ദേശം നിറവേറ്റുക തന്നെ വേണം. തൻ്റെ പൊന്നുമോളെ ചേമ്പിൻ തണ്ട് പോലെ കശക്കി നശിപ്പിച്ച കശ്മലൻ, അവൻ ആരായാലെന്ത്? ആശ്രിതനാണെന്ന് കരുതി അത്രമേൽ അഹങ്കാരമാകാമോ? ഇത് അഹംഭാവമല്ല, അമിതമായ അധികപ്രസംഗമാണ്. ജാനകിക്കുട്ടിയുടെ നഖപ്പാടുകൾ വീണ മുഖം മനസ്സിൽ തെളിയുന്നു. എന്നാലും തിരുമേനി തൻ്റെ മോളോടിങ്ങനെ പ്രവർത്തിച്ചല്ലോ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവം. വിശ്വസിക്കാനാവാത്ത രംഗം മുന്നിൽ കണ്ടാൽ എന്നോണം ശ്രീധരൻ നായർ പിടഞ്ഞു. അയാളുടെ ഓരോ രോമകൂപങ്ങളിലും വിയർപ്പ് കിനിഞ്ഞു. പേശികൾ വലിഞ്ഞു മുറുകി. പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. അകത്തുനിന്ന് സാക്ഷിയിട്ട പടിപ്പുരവാതിൽ. ശ്രീധരൻ നായർ ചവിട്ടിപ്പൊളിച്ചു. 4 ആളുകളുടെ ശക്തി ആ നിമിഷം ശ്രീധരൻ നായർക്കുണ്ടായിരുന്നു. വിജാഗിരി അടർന്ന് പടിപ്പുരവാതിൽ ഇല്ലത്തിൻ്റെ മുറ്റത്തേക്ക് തെറിച്ചു വീണു. പടിപ്പുരവാതിൽ പൊളിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് ഒരു 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള പാഴൂർ മനയില്ലം നടുങ്ങി. പൂജാമുറിയിൽ തൻ്റെ ഉപാസനാമൂർത്തികളോട് സല്ലപിച്ചിരുന്ന വൈനതേയൻ തിരുമേനി ഞെട്ടി. ആ ശബ്ദം നമ്പൂതിരി വ്യക്തമായി കേട്ടിരിക്കുന്നു. മന്ത്രം ഇടമുറിഞ്ഞു. മൂർത്തികൾ പിൻവലിഞ്ഞു. വൈനതേയൻ പൂജാമുറിയിൽ നിന്ന് വേഗം പുറത്തേക്കിറങ്ങി. പൂമുഖത്ത് മുനിഞ്ഞു കത്തുന്ന തൂക്കുവിളക്കിലെ തിരി നീട്ടി. വിളക്കിനെ ചൂഴ്ന്നു നിന്ന ഇരുട്ടിൻ്റെ തിരശീല പിൻവലിഞ്ഞു. ആരവിടെ? വൈനതേയൻ നമ്പൂതിരിയുടെ കനത്ത ശബ്ദം ഇല്ലക്കെട്ടിലാകെ മറ്റൊരു നടുക്കമായി മാറ്റൊലി കൊണ്ടു. മണൽ വിരിച്ച മുറ്റത്ത് തുളസിത്തറയ്ക്കരികിൽ ഒരു കറുത്ത രൂപം നിൽക്കുന്നത് വൈനതേയൻ തിരുമേനി കണ്ടു. ചോദിച്ചതിന് മറുപടിയില്ല. വൈനതേയൻ്റെ കൂട്ടുപുരികങ്ങൾ വിറച്ചു. നെറ്റിയിലെ ഞരമ്പുകൾ പിടഞ്ഞു. അദ്ദേഹം ചോദ്യം ആവർത്തിച്ചു. ആരാണെന്നാ ചോദിച്ചേ? ശബ്ദഗാംഭീര്യത്തിന് ആജ്ഞാശക്തിയായിരുന്നു. ഇത് ഞാനാ, ശ്രീധരൻ നായർ. അതുവരെ കേൾക്കാത്തൊരീണം കാര്യസ്ഥൻ്റെ സ്വരത്തിൽ നിന്ന് തിരുമേനി തിരിച്ചറിഞ്ഞു. താനെന്താ ഈ അസമയത്ത്? കാര്യസ്ഥൻ്റെ ഈ വരവ് അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞെങ്കിലും അത് ഭാവിക്കാതെ തിരുമേനി ലോഹ്യം ചോദിച്ചു. അതേ നിമിഷം കണ്ണുകൾ പടിപ്പുരയുടെ നേരെ നീണ്ടു ചെല്ലുകയും ചെയ്തു. വൈനതേയൻ്റെ കണ്ണുകൾ കുറുകി. അത്യാവശ്യത്തിന് അസമയമുണ്ടോ തിരുമേനി? തിരുമേനി ചെറുതായൊന്ന് നടുങ്ങി. എന്താടോ ഈ നേരത്ത് ഇത്ര വലിയൊരു അത്യാവശ്യം? തിരുമേനി തമാശ മട്ടിൽ ചോദിച്ചു. അതിനല്ലേ ഞാൻ വന്നത്. ശ്രീധരൻ നായർ ദൃഢസ്വരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഒപ്പം പൂമുഖത്തേക്ക് ഓരോ ചുവടുകൾ വയ്ക്കുകയും ചെയ്തു. ഇതുവരെ ഉണ്ടാകാത്തതാണത്. കാര്യസ്ഥനായിരുന്നിട്ടും ജാതിയിൽ ഒട്ടും കുറയാത്തവനായിട്ടും ശ്രീധരൻ നായർ പാഴൂർ ഇല്ലത്തിൻ്റെ പൂമുഖത്ത് കയറിയിട്ടില്ല. പരമാവധി ഉമ്മറത്താഴെ വരെ. പക്ഷേ ഇത്തവണ
അയാൾ ഉമ്മറത്തേക്ക് കയറാൻ തന്നെയാണ് തീരുമാനിച്ചത്. എടോ വൈനതയ്യ, താൻ എൻ്റെ മകളെ നശിപ്പിച്ചു അല്ലേ? ശ്രീധരൻ നായരുടെ രക്തം തിളച്ചു, ചുണ്ടുകൾ വിറച്ചു. വാക്കുകൾക്ക് യാതൊരു പതറിച്ചയും ഉണ്ടായില്ല. ആ നിമിഷങ്ങളിൽ അയാൾ അയാളെ മറന്നു. താൻ സംസാരിക്കുന്നത് തൻ്റെ യജമാനനോടാണെന്നോ മഹാമാന്ത്രികനായ വൈനതേയൻ തിരുമേനിയോടാണെന്നോ ശ്രീധരൻ നായർ ഓർത്തില്ല. എല്ലാം നശിച്ച മകളുടെ പാവം പിതാവ് മാത്രമായിരുന്നു ശ്രീധരൻ നായരപ്പോൾ. നമ്പൂതിരിയുടെ മുഖം വിളറി. മനസ്സിലൊരു 10ാം ഉത്സവത്തിൻ്റെ പമ്പമേളം മുറുകി. ഉമ്മറത്തു കത്തുന്ന തൂക്കുവിളക്കിൻ്റെ നാളം കാറ്റ് തുലഞ്ഞു. ശ്രീധരൻ നായരെ! വൈനതയ്യൻ ആലോചനയോടെയാണ് വിളിച്ചത്. ശബ്ദത്തിന് വേണ്ടത്ര ഇരുത്തം നൽകിക്കൊണ്ടു തന്നെ. അതേടാ കള്ള മന്ത്രവാദി, ഞാൻ ശ്രീധരൻ നായർ തന്നെയാ, നീ ഇപ്പോൾ നശിപ്പിച്ച ജാനകിക്കുട്ടിയുടെ അച്ഛൻ. എന്നാലും നീ എൻ്റെ മോളെയും വെറുതെ വിട്ടില്ലല്ലോ. നീയൊക്കെ എന്തു ചെയ്താലും ആരും ചോദിക്കാൻ വരില്ലെന്ന് കരുതിയല്ലേ? എന്നാൽ ഞാൻ ചോദിക്കുമെടാ, ശ്രീധരൻ നായർ ചോദിക്കും. കാരണം നീ തരുന്ന ചോറാടാ എൻ്റെ തടി. ശ്രീധരൻ നായരുടെ ശബ്ദം വല്ലാത്ത ഉച്ചത്തിലായിരുന്നു. അയാൾ വൈനതയ്യൻ നമ്പൂതിരിയുടെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. മുഖമടച്ചു കിട്ടിയ അടി പോലെ വൈനതയ്യൻ തരിച്ചു നിൽക്കുകയാണ്. കാര്യസ്ഥനെ സമാധാനിപ്പിക്കാൻ ഒരു വാക്കുപോലും നാവിലണഞ്ഞില്ല. കുറേ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ തന്നെ അടങ്ങിക്കൊള്ളുമെന്നാണ് അദ്ദേഹം നനച്ചത്. പക്ഷേ നമ്പൂതിരി ഒരിക്കലും കരുതാത്തതാണ് അടുത്ത നിമിഷം സംഭവിച്ചത്. ശ്രീധരൻ നായർ സർവശക്തിയുമെടുത്ത് വലതുകൈ വീശി. വൈനതയ്യൻ നമ്പൂതിരിയുടെ മുഖത്തൊരു ഇരുട്ടമിട്ടു പൊട്ടി. നിന്നു കറങ്ങി നമ്പൂതിരി നിലം പൊത്തി. കൈയെടുത്ത് വിലക്കാനാവും മുൻപേ ശ്രീധരൻ നായരുടെ കൈകാലുകൾ പ്രവർത്തിച്ചു. സ്വബോധം നഷ്ടമായതുപോലെ ശ്രീധരൻ നായർ വൈനതയ്യനെ ചപ്രം ചിപ്രം പ്രഹരിച്ചു. ജാനകിക്കുട്ടിയുടെ മിഴിനീർ വീണുടഞ്ഞ് ഇല്ലത്തിൻ്റെ അറവാതിൽക്കൽ മഹാമാന്ത്രികനായ വൈനതയ്യൻ തളർന്നു കിടന്നു. ശ്രീധരൻ നായർ കിതച്ചു. ജാനകിക്കുട്ടിയെ നശിപ്പിച്ച നീചനാണ് മുന്നിൽ കിടക്കുന്നതെന്ന് മാത്രമേ അപ്പോൾ ഓർത്തുള്ളൂ. തല്ലുകൊണ്ടിട്ടും മിണ്ടാതെ കിടക്കുകയാവാം. ഇനി നീ ഒരൊറ്റ പെണ്ണിനെയെ നശിപ്പിക്കില്ലടാ. എൻ്റെ ജാനകിക്കുട്ടി നിന്റെ അവസാനത്തെ ഇരയായിരിക്കട്ടെ. ശ്രീധരൻ നായർ ചുറ്റും പരതി. ഒരായുധത്തിനു വേണ്ടിയുള്ള അന്വേഷണം. മുന്നിൽ പെട്ടെന്ന് കണ്ടതും കിട്ടാവുന്നതും ഒരേയൊരു സാധനമേ ഉള്ളൂ, തൂക്കുവിളക്ക്. ചങ്ങലയിൽ കൊരുത്തിട്ട തൂക്കുവിളക്ക് പെട്ടെന്നയാൾ അഴിച്ചെടുത്തു. അകത്തുനിന്ന് ഓടിയിറങ്ങി വന്ന ദേവമ്മ നടുങ്ങി തരിച്ചുപോയി. നിലത്ത് മൃതപ്രായനായി കിടക്കുന്ന നമ്പൂതിരിയെയും കയ്യിൽ തൂക്കുവിളക്കുമായി നിൽക്കുന്ന ശ്രീധരൻ നായരെയും ഒരു ഞൊടിയിടയെ അവർ കണ്ടുള്ളൂ. ഒരാർത്തനാദത്തോടെ ദേവമ്മ ശ്രീധരൻ നായരുടെ മുന്നിലേക്ക് ചാടി വീണു. അരുത് ശ്രീധരൻ നായരെ, കൊല്ലരുത്. ഞാൻ നിങ്ങളുടെ കാലു പിടിക്കുന്നു. എന്നെ ഓർത്ത് ഇനി ഒന്നും ചെയ്യരുത്. അരുതാത്തത് സംഭവിച്ചുപോയി. ഞാൻ മാപ്പ് ചോദിക്കാം. ഒരു നിലവിളിയുമായി താത്രക്കുട്ടിയും അങ്ങോട്ടേക്ക് പാഞ്ഞു വന്നു. ശ്രീധരൻ നായർ ദേവമ്മയുടെ കണ്ണീരൊഴുകുന്ന മുഖത്തേക്കൊരു നിമിഷം സൂക്ഷിച്ചു നോക്കി. ഒരക്ഷരം ശബ്ദിച്ചില്ല. കയ്യിലിരുന്ന തൂക്കുവിളക്ക് വീശൊരേറ് കൊടുത്തു. ഇല്ലത്തിൻ്റെ മച്ചിൽ തട്ടി ഓട്ടുവിളക്ക് നിലത്തു വീണുടഞ്ഞു. പൂമുഖത്ത് ഇരുട്ട് ചേക്കേറി. കനത്ത കാൽവയ്പോടെ ശ്രീധരൻ നായർ ഉമ്മറത്തു നിന്നിറങ്ങി. മണൽ വിരിച്ച മുറ്റത്ത് അമർത്തി ചവിട്ടി പടിപ്പുര കടക്കുമ്പോൾ അയാൾ കരയുകയായിരുന്നു. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ തേങ്ങി തേങ്ങി. എല്ലാം തകർന്ന ഒരു പിതൃഹൃദയത്തിൻ്റെ വിലാപം. ഇരുട്ടിൻ്റെ ഇടവഴികളിലൂടെ കുടിയിലേക്ക് നടക്കുമ്പോൾ ശ്രീധരൻ നായർ മറ്റൊന്നും ആലോചിച്ചതേയില്ല. ഇനി ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്തെക്കുറിച്ച് ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. ഇപ്പോൾ മനസ്സിലൊരു ലാഘവം ഉണ്ടായിരിക്കുന്നു. തൻ്റെ പൊന്നുമോൾക്കു വേണ്ടി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ താനൊരു പിതാവാണോ? അടിച്ചു പൊളിക്കേണ്ടതായിരുന്നു ദ്രോഹിയുടെ തല. പക്ഷേ ദേവമ്മയുടെ കേഴുന്ന കണ്ണുകൾ, അവരെയോർത്ത് മാത്രമാണ്
വൈനതയ്യനെ കൊല്ലാതെ വിട്ടത്. പാഴൂർ ഇല്ലത്തിന്റെ മാന്ത്രികനോട് എതിരിട്ടവരാരും ജീവനോടെയില്ല. അറിയാവുന്ന കഥകളാണെല്ലാം. താനും അവരിൽ ഒരാളായിക്കോട്ടെ. എന്നാലും വല്ലാത്തൊരു തൃപ്തിയോടെ മരണം ഏറ്റുവാങ്ങാമല്ലോ. ശ്രീധരൻ നായർ കൈകൾ വീശി നടന്നു. വൈനതയൻ നമ്പൂതിരി മെല്ലെ, വളരെ മെല്ലെ ഞരങ്ങി. നിലത്തുനിന്ന് എണീറ്റിരിക്കാൻ ദേവമ്മ അദ്ദേഹത്തെ സഹായിച്ചു. അവരുടെ മിഴികളിൽ നിന്ന് ധാരധാരയായി അപ്പോഴും കണ്ണീരൊഴുകുന്നുണ്ടായിരുന്നു. ഭർത്താവിനെ തൻ്റെ മുന്നിലിട്ടാണ് കാര്യസ്ഥൻ തല്ലിച്ചതച്ചത്. ഇതിലും കൂടുതൽ സംഭവിച്ചേനെ. എന്തോ ഭാഗ്യത്തിന് തൻ്റെ അപേക്ഷ ശ്രീധരൻ നായർ ചെവികൊണ്ടു. അതും പ്രതീക്ഷിച്ചതല്ല. നമ്പൂതിരിയുടെ മേനിയിൽ എവിടെയൊക്കെയോ മുറിവുകൾ. അതിലുമേറെ മുറിവേറ്റത് മനസ്സിലാണ്. ദേവമ്മയെ അവഗണിച്ച് വൈനതയും തിരുമേനി വേയിച്ച് തൻ്റെ പൂജാമുറിയുടെ നേരെ നടന്നു. അദ്ദേഹത്തിൻ്റെ മിഴികളിൽ 2 അഗ്നികുണ്ഡങ്ങൾ എരിഞ്ഞു നിന്നിരുന്നു. കെടുത്തിവെച്ച വിളക്കുകളും പന്തങ്ങളും തിരുമേനി തിടുക്കത്തിൽ കൊളുത്തി. കെട്ടടങ്ങിയ അഗ്നികുണ്ഡത്തിന് തീ കൊടുത്തു. പൂജാമുറിയിൽ കോടി സൂര്യന്മാരുടെ പ്രകാശപ്രളയം. ശ്രീധരൻ നായരെ, മൂർഖനെയാണ് താൻ നോവിച്ചത്. ഞാനതിന് പ്രതികാരം ചോദിക്കും. ഇതാ ഇപ്പോൾ, ഈ നിമിഷം മുതൽ നീ അത് അനുഭവിച്ചു തുടങ്ങും. ദൃഢനിശ്ചയത്തിൻ്റെ മിഴികൾ തിളങ്ങി. വലതുകൈയിൽ ഉയർത്തിയ തെള്ളിപ്പൊടി അഗ്നികുണ്ഡത്തിലേക്ക് ആഞ്ഞെറിഞ്ഞു. പൂജാമുറിയിൽ നിന്നൊരു അഗ്നിഗോളം ഉയർന്നു പൊങ്ങി.